നമസ്കാരം. ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ചൈന വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മാലദ്വീപിൽ തങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കുവാനായി പ്രാതിനിധ്യം ഉറപ്പാക്കുവാനായി ചൈനീസ് സമുദ്ര ഗവേഷണ കപ്പൽ മാലദ്വീപിലെത്തിയിരിക്കുകയാണ്. ചൈന അനുകൂല മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഭരണകക്ഷിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ദ്വീപ് സമൂഹ രാഷ്ട്രീയത്തിലേക്കുള്ള രണ്ടാമത്തെ സന്ദർശനത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ചൈനീസ് സമുദ്ര ഗവേഷണ കപ്പൽ സിയാങ് യാങ് ഹോങ് 3 മാലദ്വീപ് കടലിൽ തിരിച്ചെത്തിയത്. മാലദ്വീപ് സമുദ്രത്തിനകത്തും സമീപത്തും കപ്പൽ കയറിയിട്ടും ചൈനീസ് കപ്പൽ ഒരു ഗവേഷണവും നടത്തില്ല എന്നാണ് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ പറഞ്ഞത്. അത് ശ്രദ്ധേയമാണ്. മാലദ്വീപ് പ്രദേശത്ത് ഗവേഷണം നടത്താൻ ചൈനയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നും മാലിയിൽ ഡോക്ക് ചെയ്ത് കപ്പലിൽ വലിയ രീതിയിലുള്ള ക്രൂ ചേഞ്ച് നടത്താൻ മാത്രമാണ് അനുമതി എന്നതുമാണ് എടുത്തു പറയുന്നത്. അതായത് ഭക്ഷണം വാങ്ങിയ ശേഷം അവർ ഒരു ജോലിക്കാരനെ മാറ്റുകയും വിമാനത്തിൽ വന്ന ആളുകൾ കപ്പലിൽ കയറുകയും കപ്പലിൽ ഉണ്ടായിരുന്നവർ വിമാനം വഴി പോയി എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗവേഷണം എന്ന വ്യാജേന ചൈന മറ്റു പല പരിപാടികൾക്കുമാണ് പദ്ധതിയിടുന്നത് എന്നത് വ്യക്തമാണ്. മാലദ്വീപ് എത്രത്തോളം ചൈനയെ സുരക്ഷിതമാക്കുവാൻ ശ്രമിച്ചാലും ചൈനയുടെ പ്രവർത്തികൾ എന്താണ് എന്നുള്ളത് ലോകത്തിന് വ്യക്തമാണ്, ഇന്ത്യക്കും വ്യക്തമാണ്. മാലദ്വീപിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന്റെ അതിർത്തിക്ക് സമീപം ഏകദേശം ഒരു മാസത്തോളം ചെലവഴിച്ചതിനു ശേഷം ഫെബ്രുവരി 22-നാണ് സിയാങ് യാങ് ഹോങ് 3 ആദ്യം എത്തിയത്. അന്ന് ഏകദേശം 6 ദിവസത്തെ ഹ്രസ്വമായ താമസത്തിന് ശേഷമാണ് കപ്പൽ അതിർത്തിയിലേക്ക് മടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ വരവിന്റെ പിന്നിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനുവരി മുതൽ മാലദ്വീപ് പ്രദേശത്തിനകത്തോ സമീപത്തോ തുടർച്ചയായ ചൈനയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കപ്പൽ അതിന്റെ സമീപകാല ചലനങ്ങളിൽ വലിയ രീതിയിലുള്ള ദുരൂഹതകളാണ് പടർത്തുന്നത്. എന്നാൽ ചൈനീസ് കപ്പലിന്റെ സന്ദർശനം ക്രൂ റൊട്ടേഷൻ ആവശ്യങ്ങൾക്കാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായിട്ടും തറപ്പിച്ചു പറയുന്നത്. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാതെ ക്രൂ മാറ്റങ്ങൾക്കും പുനർനിർമ്മാണത്തിനും മാത്രമാണ് അനുമതി നൽകിയതെന്നാണ് സ്ഥിരീകരണം. പക്ഷേ ചൈനയുടെ സ്റ്റേറ്റ് ഓഷ്യാനിക് അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് വിവിധ സമുദ്ര ഗവേഷണ ജോലികൾക്കുള്ള കഴിവുകൾ ധാരാളം ഈ കപ്പലിലുണ്ട്. ഏറ്റവും നൂതനമായ ഗവേഷണ കപ്പലായിട്ടാണ് ഈ സിയാങ് യാങ് ഹോങ് 3-യെ കാണുന്നത്. 15,000 നോട്ടിക്കൽ മൈലുകളുടെ കപ്പാസിറ്റി കപ്പലിന്റെ വിപുലീകൃത നോൺ സ്റ്റോപ്പ് പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്നുണ്ട്. അതേസമയം DP-1 ഡൈനാമിക് പൊസിഷനിംഗ് പോലെയുള്ള സവിശേഷതകൾ പ്രതികൂല സാഹചര്യങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കുന്നു എന്നതും എടുത്തു പറയണം. കാര്യക്ഷമമായ ഡാറ്റ ശേഖരണത്തിനും വിശകലനത്തിനും സൗകര്യമൊരുക്കുന്ന അത്യാധുനിക ഗവേഷണ ഉപകരണങ്ങൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ചില ഉപകരണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവയിൽ ഭൂരിഭാഗവും ചൈനയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത്. സിയാങ് യാങ് ഹോങ് 3 മാലദ്വീപിൽ എത്തുന്നത് വലിയ ആശങ്കകൾക്കാണ് വഴിതെളിക്കുന്നത്. കപ്പലിന്റെ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും മേഖലയിലെ സമുദ്ര ഗവേഷണത്തിൽ അതിന്റെ പങ്കാളിത്തത്തിന്റെ അളവിനെ കുറിച്ചും ചോദ്യങ്ങൾ വലിയ രീതിയിലാണ് ഉയർന്നത്. ഇന്ത്യയിൽ ചാരപ്രവർത്തി നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ചൈനയുടെ നീക്കങ്ങൾ. അത്രയും അത് എത്ര കണ്ട് മറയ്ക്കുവാൻ ശ്രമിച്ചാലും ഇന്ത്യ കനത്ത ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. ചൈനയുടെ നീക്കങ്ങളെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാലദ്വീപിലെ ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ചൈനയുടെ വിവിധ മേഖലകളിലുള്ള വിപുലീകരണത്തെ തടയുന്നതിനുള്ള കഴിവുകൾ ഇന്ത്യ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുകയാണ്. ചൈനയ്ക്കെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ് താനും. കരയിലും കടലിലും വായുവിലും സൈബർ ഇടങ്ങളിലും എന്ന് വേണ്ട എല്ലായിടത്തും ചൈന വലിയ ശല്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകോപനങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാലദ്വീപിനെ ചൈന കൂട്ടുപിടിക്കുന്നതും ഇന്ത്യക്കെതിരെ തിരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ കരുക്കൾ നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചൈനക്കെതിരെ മുൻകൂട്ടി അതീവ ജാഗ്രതയോടെ തന്നെ ശക്തമായ പ്രതിരോധത്തിനാണ് ഇന്ത്യ അണിയറയിൽ തയ്യാറെടുക്കുന്നത്. പ്രതിരോധത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ ചൈനയെ തറപറ്റിക്കുവാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. അപ്പോൾ മാലദ്വീപിനെ മുന്നിൽ വെച്ചുകൊണ്ട് ചൈന കളിക്കുന്ന അഭ്യാസങ്ങൾ ഇന്ത്യ വകവെച്ചു കൊടുക്കില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. എല്ലായിടത്തും ഇന്ത്യ ശക്തമായ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ഒരു അയൽ രാജ്യത്തിന്റെ പ്രാദേശിക അവകാശങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ ഇടിച്ചു കയറുക, ആധിപത്യം സ്ഥാപിക്കുക, ഇതെല്ലാം ചൈന തുടർച്ചയായി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചൈനയ്ക്ക് ചുട്ട മറുപടി കൊടുക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. ലോകരാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം ഉണ്ടാകും എന്നതും ഇവിടെ എടുത്തു പറയണം. എന്തായാലും മാലദ്വീപിലെ ചൈനയുടെ പരിപാടികൾ നല്ല ഉദ്ദേശത്തിലല്ല. ഗവേഷണം എന്ന പേരിൽ ചൈനീസ് ചാരക്കപ്പൽ മറ്റ് കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്നതും എടുത്തു പറയണം.